എല്ലാവരെയും പോലെ തന്നെ തലേന്ന് രാത്രി കിടക്കുമ്പോൾ ഞാൻ പിറ്റേന്ന് എന്തെല്ലാം ചെയ്യാനുണ്ട്, രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ഉച്ചയ്ക്ക് എന്താണ്, പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എപ്പോൾ ചെയ്യണം, ക്ലീനിങ് പരിപാടി എപ്പോൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിടക്കുക. നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെ ആവില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ ഉള്ള ഓരോ പ്ലാനൊക്കെ ഉണ്ടാക്കി തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഞാൻ വിചാരിച്ചതിൻ്റെ ഒരു 80% സംഭവങ്ങളെങ്കിലും ഞാൻ ചെയ്ത് തീർക്കും കേട്ടോ. പക്ഷേ ഐറോസ് ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്ലാനേ നോക്കാറില്ല കേട്ടോ. കാരണം പിന്നെയുള്ള പ്ലാനും ഫുള്ളും അവൻ്റേതായിരിക്കും, അവൻ്റെ മൂഡ് അനുസരിച്ചായിരിക്കും നമ്മുടെ മൂഡും, അവൻ്റെ പ്ലാനിനനുസരിച്ചായിരിക്കും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വേഗം എഴുന്നേറ്റു. ഇന്നലെ തലേന്ന് രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പച്ചരി കേട്ടോ, സാധാ പച്ചരിനെ. അപ്പോൾ അത് അരച്ചിട്ട് നമ്മളൊരു നീർദോശ എന്നൊക്കെ പറയുന്നത് ആ ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് മക്കളൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ചിക്കൻ കൊണ്ടുവരാനാണ് എൻ്റെ കെട്ടിയോ പോകുന്നത്. അപ്പോൾ മൂപ്പര് ചിക്കൻ കൊണ്ടുവന്നാൽ പിന്നെ വേഗം അത് ചിക്കൻ കറി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം ഞാൻ പിന്നെ രാവിലെയാണ് പെട്ടെന്ന് അവൻ എഴുന്നേൽക്കാൻ നേരം നല്ല ലേറ്റ് ആവും, 10 മണിയൊക്കെ ആവും ഐറൂസ് എഴുന്നേൽക്കാനായിട്ട്. അപ്പോൾ അവൻ എഴുന്നേൽക്കുന്നത് വരെ ഞാൻ എൻ്റെ എല്ലാ കഴിയുന്നത്ര പണികൾ തീർത്ത് വെക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ വേഗം ചിക്കൻ കറി അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഉച്ചക്കൊക്കെ അതും കൂടി അതന്നെ മതിയല്ലോ, വേഗം പണികളൊക്കെ തീർക്കാമല്ലോ എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞാൻ വേഗം അപ്പം ചുട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ചിക്കൻ കഴുകി വെക്കുന്നതും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു ദോശ ആകുമ്പോൾ പെട്ടെന്ന് ചുട്ടെടുക്കണമല്ലോ, അതുകൊണ്ട് അതൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി അതിൽ നിന്ന് കുറച്ച് എല്ല് അങ്ങനെയുള്ള പീസുകളൊക്കെ എടുത്തിട്ട്, എല്ല് പോലെയുള്ള പീസുകളൊക്കെ എടുത്തിട്ട് ഞാനിതാ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ള നല്ല നല്ല പീസുകളൊക്കെ എടുത്തിട്ട് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ അങ്ങനെ പൊരിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ ഉച്ചക്കൊക്കെ പൊരിച്ചെടുക്കാമെന്നൊക്കെ കരുതി. അപ്പോഴേക്കും ഐറൂസ് എഴുന്നേറ്റ് വന്ന് അവൻ്റെ വികൃതികൾ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നാൽ പിന്നെ എന്താ വെച്ചാൽ അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ എൻ്റെ പാത്രങ്ങളാട്ടോ. എത്ര ചെറിയ ചെറിയ കുഞ്ഞു ബോളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അവന് ഇഷ്ടം എന്താണ്, എൻ്റെ ചട്ടികളും പാത്രങ്ങളും ബക്കറ്റുകളൊക്കെയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം. ബൈ ബൈ.